ശാസ്ത്ര ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സയൻസ് ലാബ് എന്ന വ്യത്യസ്തമായ പരിപാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സയൻസ് പോർട്ടലായ ലൂക്കയും ചേർന്നാണ് കണ്ണൂരിൽ സയൻസ് ലാബ് സംഘടിപ്പിച്ചത്. ലളിതമായ ഭാഷയിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങളുടെ അവതരണം പങ്കെടുത്തവർക്ക് മികച്ച അനുഭവമായി. അതുപോലെ തന്നെ അവർക്ക് എല്ലാ പരിസ്ഥിതിയിലും വളരാനുള്ള കഴിവ് മാത്രമല്ല, വളർച്ച പെട്ടെന്നുമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചാൽ പോരാ, എടുത്ത് ലാബ് കൊണ്ടുവന്നു. എല്ലാ ദേശവും അതിനങ്ങനെ അരച്ചു ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ ഒരു സത്തുണ്ടായി. ആ സത്തിനെ നമുക്ക് ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. വളമായിട്ടോ അല്ലെങ്കിൽ ഹാനികരമല്ലാത്ത കെമിക്കലുകളായിട്ടോ വാങ്ങാൻ കിട്ടും. ഏതാണെങ്കിലും ചെറിയൊരളവ് മതി നമുക്ക്. അതെടുത്ത് നമ്മൾ ഇത് ഒന്ന് ചൂടാക്കി ഈ സത്ത് ഇങ്ങനെ തുള്ളി തുള്ളിയായി വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം. കളറ് മാറി മാറി വരുന്നത് കാണാം. അതായത് വലിയൊരു വസ്തുവിൽ നിന്നത് നാനോ കണമായിട്ട് മാറുകയാണ്. ആ മാറ്റം നമുക്ക് വലിയ കണ്ടുപിടുത്തങ്ങൾ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയായിരുന്നു ഗവേഷക വിദ്യാർത്ഥികൾ. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച സയൻസ് ലാമിൽ 20 പേരാണ് അവതരണം നടത്തിയത്. ശാസ്ത്രാവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് സയൻസ് ലാം സംഘടിപ്പിച്ചത്. ഇത് ശാസ്ത്രം ജനങ്ങളിലേക്ക് എന്നാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ. നമ്മുടെ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും നടക്കുന്ന ശാസ്ത്ര ഗവേഷണങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് രസിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ്. അതിൻ്റെ ഒരു ചലഞ്ച് 10 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കണം എന്നാണ്. അത് കേരളത്തിലെ ഏകദേശം 92 അവതരണങ്ങളാണ്. അതിൽ കണ്ണൂരാണ് നമ്മൾ ലാസ്റ്റ് റീജിയൻ. കണ്ണൂരും സമീപമായുള്ള ഗവേഷണ സ്ഥാപനങ്ങളൊക്കെയുള്ള 20 പേരാണ് ഇവിടെ അവതരണങ്ങൾ നടത്തിയത്. ശാസ്ത്രത്തിൻ്റെ വെടിക്കെട്ട് എന്നാണ് ഇതിൻ്റെ നമ്മളൊരു ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്കയും ചേർന്ന് 4 മേഖലകളിലായാണ് സയൻസ് ലാം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും പിന്നാലെയായിരുന്നു കണ്ണൂരിലെ പരിപാടി. ഡിസംബർ 14-ന് പാലക്കാട് IIT-യിലാണ് സമാപനം. കൈരളി ന്യൂസ്, കണ്ണൂർ.